ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായതുകൊണ്ട് തന്നെ ഞാൻ 2 ദിവസം വീട്ടിൽ നിൽക്കാനായിട്ട് വന്നേക്കാണ് കേട്ടോ. മാത്രമല്ല അച്ഛയമ്മയും പിള്ളേരെ കാണുമെന്ന് പറഞ്ഞിട്ട് വിളിയോട് വിളിയായിരുന്നു. അങ്ങനത്തെ കഴിഞ്ഞ ദിവസം അച്ഛൻ കൊണ്ടുവരാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേനും ഇങ്ങനെ ഇരുന്നപ്പോൾ ചെറിയൊരു ബ്ലോഗൊക്കെ എടുത്താലെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഉണ്ണിക്കുട്ടൻ്റെ കൈമേത്തേയും കാലുമേത്തേയും നഖമൊക്കെ വെട്ടിക്കളയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം 2 പേരുടെയും കൈയും കാലുമേത്തേയും നഖമൊക്കെ ഇരുത്തി വെട്ടി കൊടുത്തതാണ് കേട്ടോ. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ഉണ്ട് നല്ലപോലെ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇരുന്ന ഇരിപ്പിന് 2 ആളുടെയും കൈമേത്തേയും കാലുമേത്തേയും നഖമൊക്കെ വെട്ടി ക്ലീൻ ആക്കി കൊടുത്തു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേരെയും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങി. വീടിൻ്റെ ഉമ്മറത്തുനിന്ന് വെച്ചിട്ട് തന്നെ ടാറിട്ട റോഡാണ് കേട്ടോ. അപ്പോൾ വേറെ മണ്ണും വഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടികൾ വരേണ്ടതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിള്ളേർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് കയറാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും റോട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓടിച്ചാടി കളിച്ച് നടക്കും. കഴിഞ്ഞ പ്രാവശ്യം വിഷുവിൻ്റെ സമയത്ത് വന്നു പോയപ്പോഴത്തേനും കനാലിലൊക്കെ നല്ലപോലെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കനാലിൽ വെള്ളം. പക്ഷേ ഇതാ ഇന്നത്തേക്കൊക്കെ വെള്ളമൊക്കെ വെറ്റി ആകെ പുല്ലൊക്കെ പിടിച്ച് മഴ പെയ്ത് പുല്ലൊക്കെ വളർന്ന് ആകെ വൃത്തികേടായിട്ടാട്ടോ കനാല് കിടക്കുന്നത്. ഇപ്പം ഇങ്ങ് വെള്ളം വരില്ല, മഴവെള്ളം ആയാലും ഉള്ളൂ. ഇപ്പം അല്ലാതെ വെള്ളമൊന്നും വിടാൻ സാധ്യതയില്ല. പണ്ടൊക്കെ ഞാൻ ചെറുതായിരുന്നപ്പോഴത്തേനും കനാലിലൊന്നും ഇത്രയും മഴക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മിക്കപ്പോഴും വെള്ളം വരും. അതുകൊണ്ട് തന്നെ അധികം മഴക്ക് ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. അന്നൊക്കെ ഒരുപാട് ഇതിനകത്ത് ചാടി കുളിച്ചിട്ടൊക്കെ ഉണ്ടിട്ട് ഞങ്ങളെല്ലാവരും പിള്ളേർ സെറ്റ് എല്ലാവരും. അതൊക്കെ ഭയങ്കര രസമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. ഇപ്പോഴും കനാലിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും 2 കാല് വെള്ളത്തിലിട്ട് കുറേ നേരം ഇങ്ങനെ ഇരിക്കും കേട്ടോ. കനാലിൻ്റെ അലക്കണ ഭാഗത്തൊക്കെ ചെന്നിട്ട് അങ്ങനെ ഇപ്പം അത്യാവശ്യം നല്ല തെളിഞ്ഞ അന്തരീക്ഷം കേട്ടോ. രാവിലെ ചെറുതായിട്ട് മഴ ചാറെങ്കിലും പിന്നെ വെയിൽ കാണും, പിന്നെ മഴ പെയ്യും. ഇപ്പം ഇതാ വൈകുന്നേരം വലിയ കുഴപ്പമില്ലാത്ത അന്തരീക്ഷമായിട്ട് നിൽക്കണം. അങ്ങനെ ഇതാ പിള്ളേരെ കുറച്ച് നേരം സൈക്കിള് ചോട്ടിച്ച് അവരുടെ പിന്നാലെ കുറച്ച് നേരം നടന്ന് പിന്നെ ഞാൻ മരങ്ങളൊക്കെ ഇന്ന് വീക്ഷിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, പ്ലാവിൽ ഒരു ചക്ക കിടക്കുന്നുണ്ട് കേട്ടോ, വലിയ പ്ലാവിൽ. അപ്പം അതിൻ്റെ താഴെ ഇതുപോലെ ബഡ് ചെയ്തൊരു ചെറിയ പ്ലാവ് നിൽക്കുന്നുണ്ട്. അധികം വലിപ്പമൊന്നുമില്ല കേട്ടോ, വണ്ണൊന്നും വെച്ചിട്ടില്ല. എന്നാൽ കൂടിയും രണ്ട് ചക്ക കിടക്കുന്നുണ്ടായിരുന്നു. അത് മൂത്തിട്ടും ഇല്ല. ഒരെണ്ണം വെട്ടിയെടുത്തായിരുന്നു കഴിഞ്ഞ ദിവസം അച്ഛമ്മ വന്നപ്പോൾ. അതിനകത്ത് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ചുളകളൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്ര മധുരം തോന്നിയില്ല കേട്ടോ. അതായിരുന്നു അതെടുത്ത് കളഞ്ഞു. വലിയ രസം തോന്നിയില്ല. പിന്നെ ഇതാട്ടോ എൻ്റെ വീടെന്ന് പറയുന്നത്. വീടിൻ്റെ ഉമ്മറെന്ന് പറയുന്നത് ടാറിട്ട ഈ ഒരു റോഡാണ്. ഇപ്പം ടാറിട്ട കാരണം കൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. അധികം ഇല്ല, എന്നാൽ കൂടെ വലിയ വലിയ വാഹനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകും. പിന്നെ കിണറിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു മരത്തിൽ നിറച്ച് നക്ഷത്രപ്പുളി ഉണ്ട് കേട്ടോ. എനിക്ക് പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഇതെനിക്ക് തീരെ ഇഷ്ടമില്ല. പിള്ളേർക്കൊക്കെ ഇടയ്ക്ക് പറിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ, പുളിയും മധുരമൊക്കെ ആയിട്ട്. പിന്നെ അത് അച്ചാറിടാനൊക്കെ ഉപയോഗിക്കും. ചിലർ ഉപ്പിലിടും, ചിലർ ചൊറുക്കയിലൊക്കെ ഇട്ട് വയ്ക്കും. അതൊക്കെ നല്ലതാണ് കേട്ടോ. ചമ്മന്തി അരയ്ക്കാനൊക്കെ എടുക്കും. അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. പിന്നെ ഈ കനാലിൻ്റെ സൈഡിലൊക്കെ ആദ്യം അച്ഛമ്മ കൂർക്കൊക്കെ കൊണ്ട് നട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പറിച്ചിട്ടൊക്കെ ഉണ്ട്, നാടൻ കൂർക്ക അങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അന്നൊന്നും ഇതുപോലെ ഈ ഒരു ബണ്ടൊന്നും കെട്ടിയിട്ടില്ല. സാധാരണ മണ്ണായിരുന്നു കേട്ടോ ഈ കനാലിൻ്റെ സൈഡിലൊക്കെ. എന്ത് നട്ടാലും പിടിക്കും, അത്രയ്ക്ക് നല്ല മണ്ണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പം കുറേ ചാക്കുകളിൽ അമ്മ മുളക് ചെടി നട്ടിട്ട് കുറേയൊക്കെ വാടിപ്പോയി, പിന്നെ കുറേയൊക്കെ ഉണങ്ങിപ്പോയി ചൂടുണ്ടായ സമയത്തൊക്കെ. അങ്ങനെ കുറേ ചാക്കുകൾ ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ 1-2 ചാക്കിൽ മാത്രമായിട്ടോ പച്ചമുളക് പായി നിൽക്കണുള്ളൂ. പിന്നെ കുറച്ച് പയർ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട്. മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കിട്ടി അത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പനിക്കൂർക്കയുടെ ഇല ഒക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് തുളസിയുടെ ഇല കേട്ടോ. തുളസി ആകെ ഉണങ്ങി നാശമായിട്ടാട്ടോ നിൽക്കണത്. അത് നമുക്ക് ഒടിച്ച് അടുപ്പിൽ വെക്കാം, അത്രയും ഉണക്കല ആയിട്ടാട്ടോ നിൽക്കണത്. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേനും അച്ഛൻ വന്നപ്പോൾ ബിരിയാണി വെക്കാനുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ ഇന്ന് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. വേറെ ഒന്നുമല്ല, 4-ാം തീയതി ഉണ്ണിമോളുടെ സ്കൂൾ തുറക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് രാവിലെ പോവായിരുന്നു കേട്ടോ. 4-ാം തീയതി നേരിട്ട് സ്കൂളിലേക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഇനി എങ്ങാനും മഴ പെയ്ത് കഴിഞ്ഞാൽ മഴയിൽ പെട്ട് നേരം വൈകിയാലെന്ന് വിചാരിച്ച് ചേട്ടൻ പറഞ്ഞു നമുക്ക് തലേ ദിവസം പോവാം. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് പോകുമ്പോഴധികം നേരമൊന്നും വെയിൽ സാധാരണ സ്കൂളിലേക്ക് പോകണ പോലെ വൈകാതെ ചെല്ലാലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പിന്നെ ചേട്ടൻ ഇന്ന് വൈകിട്ട് എത്തുമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് അമ്മ പറഞ്ഞു ബിരിയാണി ആക്കാം. പിന്നെ അച്ഛയ്ക്ക് ഞാൻ ചായ എടുക്കാൻ കേട്ടോ. അച്ഛൻ വന്ന പാടെ ചായ ചോദിച്ചു. അപ്പം ഞാൻ ഫ്ലാസ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ഇരിക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് പൊടിയും പഞ്ചസാര ഇട്ടു കേട്ടോ. അപ്പം ഞാൻ ചൂട് കുറവ് തോന്നിയ കാരണം കൊണ്ട് ഒന്നും കൂടി തിളപ്പിക്കാൻ കേട്ടോ അടുപ്പത്ത് വെച്ച്. അങ്ങനെ ചായയൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ അച്ഛയ്ക്ക് കൊണ്ട് കൊടുക്കാൻ കേട്ടോ. അച്ഛയ്ക്ക് മധുരം ഇടൽ കുറവാണ്, ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ലൈറ്റായിട്ട് മധുരം ഇട്ടിട്ടാട്ടോ കൊണ്ട് കൊടുക്കണത്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉമ്മറത്തേക്ക് ചെന്നപ്പോഴത്തേനും അമ്മ കടയിലേക്ക് പോകാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട്. അപ്പോൾ ഉണ്ണിമോളും കൂടെ പോകാൻ
പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉണ്ണിമോള് യാത്രയായി കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടനും കൂടെ പോകണം. ഉണ്ണിക്കുട്ടന് ഞാനില്ലാണ്ട് ഇങ്ങോട്ടും പോവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആളിത് അമ്മ അമ്മ എന്ന് വിളിച്ചിട്ട് കരയണുണ്ട്. അപ്പം ഞാൻ കണ്ണ് ഒന്ന് തെറ്റിയ നേരത്ത് അമ്മേനോടും ഉണ്ണിമോളോടും പൊക്കോളാൻ പറഞ്ഞിട്ട് ആളെന്നാലും നിന്ന് സമ്മതിക്കാണ്ടായി. പച്ചത അകത്തുനിന്ന് ഷർട്ടൊക്കെ ഇട്ടിട്ട് എനിക്ക് വന്നാൽ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട്, എന്നിട്ടും ആളൊരു രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ അച്ഛമ്മ പറഞ്ഞു എന്തായാലും നമുക്ക് വെളിച്ചേരുടെ അടുത്തേക്ക് പോവാം, അപ്പം പിന്നെ കുഴപ്പമുണ്ടാവില്ല. പിന്നെ അതിനിടയ്ക്ക് ആൾ ബബ്ബു ബബ്ബു എന്ന് പറയണ്ട കേട്ടോ. വെളിച്ചേരുടെ വലിയൊരു പട്ടീനെ വളർത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം അതിന് ലിവറിന് വയ്യാണ്ടായിട്ട് അത് ചത്തുപോയിട്ടോ. അപ്പോൾ ബബ്ബുവിനെ കാണാമെന്ന് പറഞ്ഞ് ഉണ്ണിക്കുട്ടൻ അങ്ങോട്ട് പോയത് തന്നെ. അങ്ങനെ അവിടെ ചെന്ന് ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛമ്മ പറഞ്ഞു ഇപ്പം കണ്ട ഒരു ചെടി നീ പോകുമ്പോൾ കൊണ്ടുപോക്കോന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ആട്ടേന്ന് വിചാരിച്ചു. അമ്മ അതേ കുറച്ച് പണിയിലാണ് കേട്ടോ. അമ്മ അവിടെ അടിച്ചു വരാനൊക്കെ അവർ കടയിലേക്ക് പോയി വരുമ്പോഴേക്കും എനിക്ക് ഉണ്ണിക്കുട്ടനെ കൊണ്ട് വേഗം അവിടേക്ക് എത്തണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അകത്തേക്കൊന്നും കയറിയില്ല. പിള്ളേരുടെ പുറകെ ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുകയാണ് അവൻ്റെ പുറകെ. പിന്നെ കയ്യിലൊരു ചെറിയ ജാതിക്കയുടെ കഷ്ണം ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് അച്ഛമ്മ കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ എടുത്ത് കൊടുത്തതാണ്. ഇവിടെ അച്ഛമ്മ ചെറിയ പിള്ളേർക്ക് ട്യൂഷൻ പോലെ എടുക്കുന്നുണ്ട് കേട്ടോ. മലയാള അക്ഷരങ്ങൾ ആശാദ്യാണ്. അപ്പം മലയാള അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ തന്നെ ഇവിടെ ഇരുത്തിയാണ് പഠിപ്പിക്കണം. അപ്പോൾ രാവിലെ ആയിട്ട് പിള്ളേരുകൾ വരാറ്. പിന്നെ ഞാൻ എൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ചെന്നപ്പോഴത്തേനും ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പൂക്കളുള്ള ചെടികളാണ് കൂടുതലും. പിന്നെ ഞാൻ ചോദിച്ചത് ഈ ഒരു ചെടി ഇങ്ങനെ പൊക്കത്തിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചോദിച്ചു അമ്മ ഇതെന്താ ഇങ്ങനെ നിൽക്കണേന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു അതങ്ങനെ പൊങ്ങി പോയിട്ട് അതിൻ്റെ തുമ്പത്താണ് പൂവ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു വെറൈറ്റി ടൈപ്പ് ചെടി കേട്ടോ. നമ്മൾ കണ്ണിൽ കണ്ടിട്ടുണ്ടെങ്കിലും അത്തരം ചെടികൾ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതൊരു പ്രത്യേകതരം ചെടിയായിട്ട് തോന്നി. അതിനിടയ്ക്ക് ഞാൻ ആ ചെടികളുടെ ഇടയിൽ നിന്ന് വെച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് കേട്ടോ. കുറേ പോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെളിച്ചയുടെ വീട്ടിൽ വാർക്കയുടെ മുകളിൽ അമ്മ താമര നട്ടിട്ടുണ്ട് കേട്ടോ. താമര നട്ടിട്ട് ചെറിയൊരു വലിയ ബേസിൽ വെള്ളമൊക്കെ ആക്കി ശരിക്കും കുളത്തിൽ നിൽക്കണ മാതിരി തന്നെ അറേഞ്ച് ചെയ്ത് താമര നട്ടിട്ട് വിത്ത് കൊണ്ട് നട്ടിട്ട് ശരിയായിട്ടോ. പൂവൊക്കെ ഉണ്ടായി. എന്നിട്ട് ഞാൻ അതിന് സൈഡിൽ കൂടെ അച്ഛയമ്മ വണ്ടിയും കൊണ്ട് ഉണ്ണീനെ കൊണ്ടുപോകണം കണ്ടു. അപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ട് പോവാന്ന് പറഞ്ഞ് നിന്നപ്പോഴത്തേനും ഉണ്ണിക്കുട്ടൻ കാറിന് ചുറ്റും നടക്കാം കേട്ടോ. വണ്ടികളോടൊരു പ്രത്യേക ചേരാണ് കേട്ടോ ആൾക്ക്. അപ്പം തന്നെ ഉണ്ണിമോള് അവിടെ നിന്ന് നടന്ന് വരണപ്പോഴത്തേനും ആള് വേഗം ഉണ്ണിമോളുടെ അടുത്തേക്ക് ഓടാൻ ഇട്ട്. അപ്പം ഉണ്ണിമോളുടെ കയ്യിൽ അച്ഛൻ മിഠായി മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇത് മേടിക്കാൻ വേണ്ടിയിട്ടുമാണ് വേഗം ഓടിച്ചെന്നത്. മിഠായി കിട്ടിയ പാടെ അമ്മ നേരത്തെ എടുത്തോടുത്ത ജാതിക്കായ ഒരൊറ്റ എറിഞ്ഞു കേട്ടോ അപ്പുറത്തെ വളപ്പിലേക്ക്. പിന്നെ ആളിതേ മിഠായി പൊട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നിട്ടോ. മറ്റേ ലോട്ടി ചോക്കോപ്പായി എന്ന് പറഞ്ഞിട്ട് മിഠായി ഉണ്ടല്ലോ റൗണ്ട് ഷേപ്പിൽ അതായിട്ട്. അപ്പം ഞാൻ എൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് ഇതാന്ന് പറഞ്ഞ് മേടിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമാട്ടോ മിഠായി. നല്ല രസമാണ്. ഒരു ജെല്ലി ടൈപ്പ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. കഴിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേനും. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പണികളോടെ ഉണ്ട്. നാളെ സ്കൂൾ തുറക്കണ കാരണം കൊണ്ട് തന്നെ കൊച്ചിൻ്റെ പുസ്തകങ്ങളും നോട്ട്ബുക്കൊക്കെ പൊതിയാനായിട്ടുണ്ട്. അന്ന് മേടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്നല്ലേ സ്കൂളിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും പൊതിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ട് കേട്ടോ. ഉണ്ണിമോൾ ഇനിയിപ്പോൾ UKG-യിലേക്കാണ്. അപ്പോൾ സ്കൂളിൽ നിന്നാണ് കുറച്ച് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയത്. നോട്ട്ബുക്കൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ പൊതിയാനുള്ള പേപ്പറും എല്ലാം റെഡിയാക്കി നോട്ട്ബുക്കൊക്കെ ആദ്യം പൊതിഞ്ഞെടുക്കാനാണ് കേട്ടോ. പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും അമ്മ എനിക്ക് നമ്മുടെ സിമെൻറ്റിൻ ചാക്കിൻ്റെ ചട്ടയുണ്ടല്ലോ, ചാക്കിൻ്റെ ഉള്ളിൽ ആ ഒരു പൊടി ഇരിക്കണ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ചട്ട കൊണ്ട് പുസ്തകം പൊഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാട്ടോ. ഒരുപാട് നാളിങ്ങനെ ഇരിക്കും. വെള്ളം നനഞ്ഞാലും അത് ഈർപ്പം വലിച്ചെടുക്കും കേട്ടോ. അത് വെച്ചിട്ട് അമ്മ എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ പൊഴിഞ്ഞു വന്നിട്ടുണ്ട്. അതാട്ടോ എപ്പോഴും നല്ലത്. എനിക്ക് അതാട്ടോ ഇഷ്ടം. ഇപ്പം അതൊന്നും കിട്ടാനില്ല. അങ്ങനത്തെ പുസ്തകം പൊതിയിലൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് ചെന്നു. അവിടുത്തെ ബിരിയാണി വെക്കാനുള്ള പണികൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ സാധാരണ ഇങ്ങനെ റൈസ് കുക്കറിലെ കലത്തിൽ ചോറ് തിളപ്പിച്ച് നേരെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാറാട്ടോ പതിവ്. അപ്പം പിന്നെ ഗ്യാസും ലാഭം, പിന്നെ നല്ല ചോറ് നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. ഞാൻ കുക്കറിലാട്ടോ ബിരിയാണി വെക്കാറ്. അമ്മയ്ക്ക് കുക്കറിൽ വെക്കുന്നതിൽ ഇഷ്ടം ഇങ്ങനെ ചെയ്യേണ്ടതാണ്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ വിറകടുപ്പിൽ അമ്മ ചിക്കൻ വെക്കാനുള്ള സബോളയും തക്കാളിയൊക്കെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മുന്തിരിയും പട്ടയും ഗ്രാമ്പും മസാലക്കൂട്ടൊക്കെ ഇട്ട് നെയ്യിലിട്ട് നല്ലോണം മൂപ്പിച്ചിട്ട് അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് അതിനിടയ്ക്ക് ഉണ്ണിക്കുട്ടൻ വന്നിട്ട് ഇതാ നാളികേരം പൊതിച്ചത് പറഞ്ഞെടുത്തിട്ട് പൊട്ടിച്ച് വെള്ളം എടുത്ത് കൊടുക്കാൻ പറഞ്ഞ ആകെ വാശി പിടിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ അമ്മ അത് പൊട്ടിച്ച് വെള്ളമൊക്കെ കൊടുത്ത് ആളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഞാനും നേരെ
നേരെ ഇറയത്തേക്ക് ചെന്നിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു കേട്ടോ. ആളെ കണ്ടപ്പോഴത്തേനും ഉണ്ണിക്കുട്ടൻ വേഗം ചാടി ഇറങ്ങി ചേട്ടൻ്റെ അടുത്തേക്ക് ഓടിട്ടോ. ചേട്ടൻ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവുന്ന ആൾക്കറിയാം. അച്ഛനെ കണ്ട സന്തോഷം ഉണ്ട് കേട്ടോ ആൾക്ക് കൂടെ. വേഗം ചേട്ടൻ എടുത്തുട്ടോ പിള്ളേനെ. അപ്പോൾ കുറച്ച് മിഠായും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ എൻ്റെ കയ്യിൽ തന്നു കേട്ടോ. കുറച്ച് അവരുടെ കയ്യിലും കൊടുത്തു. 2 മിൽക്ക് ബാർ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ വേഗം അത് ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കാനുള്ള പരിപാടി കേട്ടോ. കയ്യിലിരിക്കുന്നത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് വേണമെന്ന് പറഞ്ഞ് ഇതിന് വാശിയായിരിക്കും. പെട്ടെന്ന് എപ്പോഴെങ്കിലും ഒന്നും ഇല്ലാത്ത സമയത്ത് എടുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ എടുത്ത് വെക്കണത് തന്നെ. പിന്നെ ഞാൻ ദേ ചേട്ടനൊരു ചായ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് നേരെ അടുക്കളയിലേക്ക് കയറി. പ്രത്യേകിച്ച് ഞാൻ പലഹാരം ആക്കിയില്ല കേട്ടോ. അമ്മ കപ്പ പുഴുങ്ങാന്ന് പറഞ്ഞു. മുളക് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് മുളകൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആലോചിച്ചു ബിരിയാണി കഴിക്കാമല്ലേ. അപ്പം ഇനിയിപ്പോൾ കപ്പ കഴിച്ച് കഴിഞ്ഞാൽ വയറ് ഫുള്ളായി കഴിഞ്ഞാൽ ആൾക്കിനിപ്പോൾ ബിരിയാണി കഴിക്കാൻ മടിയാവും. ആൾക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ലൈറ്റായിട്ടെന്ന് പറഞ്ഞോണം റസ്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചായയും റസ്ക്കും കൂടിയിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു 7 മണി 7:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും. അങ്ങനെ ഇതേ നല്ല ചൂട് ചായ ഇട്ട് ചേട്ടന് കൊടുക്കുകയാണ്. ഏട്ടൻ കൂടുതൽ കാപ്പിയായിട്ട് കുടിക്കാറ്. രാവിലെയും വൈകുന്നേരമൊക്കെ വീട്ടിലായാലും കാപ്പിയാണ് കുടിക്കാറ്. ഞാൻ ഇടയ്ക്കൊന്ന് മാറ്റിയിട്ട് കൊടുക്കൂട്ടോ. അത് ഇഷ്ടമാണ് ആൾക്ക് അങ്ങനെ കൊടുക്കുന്നതായാലും. അതിനിടയ്ക്ക് ചോറൊക്കെ റെഡിയാക്കാനായിട്ട് അമ്മതേ റൈസ് കുക്കറിലേക്ക് കല ഇറക്കി വെച്ചു കേട്ടോ. ഇനി അത് അങ്ങനെ ഇരുന്ന് പതുക്കെ ചൂട് കൊണ്ട് നല്ല പാകത്തിന് വെന്ത് കിട്ടും. അതിനിടയ്ക്ക് അമ്മ നാളത്തേക്കായിട്ടുള്ള വെള്ളയപ്പത്തിന് നാളികേരമൊക്കെ അരച്ച് അതിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഒപ്പം ചിക്കൻ കറിയും റെഡി ആവണുണ്ടായിരുന്നു. അപ്പം അമ്മ എന്നോട് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ പറയാം കേട്ടോ. നല്ല രുചി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമായിട്ട്. അമ്മ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും അതിനകത്തേക്ക് ഇടില്ലെങ്കിലും പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അമ്മ വെച്ച് കഴിയുമ്പോൾ. ചോറ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറി പൊതുവെ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും. പക്ഷേ അമ്മയുടെ ഭയങ്കര ലൈറ്റായിട്ടുള്ള മസാലകളൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ എൻ്റെ സലാഡിനുള്ള ക്യാരറ്റും സബോളയൊക്കെ റെഡിയാക്കി വെച്ചു. തൈര് ചേർത്ത് സലാഡ് ആട്ടോ ആക്കണത്. അങ്ങനെ അതും കഴിഞ്ഞ് ഫുഡുകളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് നാരങ്ങച്ചാറ് വീട്ടിലിട്ടതുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പാത്രങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ട് അമ്മതാ വിളമ്പാണ് കേട്ടോ എല്ലാവർക്കായിട്ട്. റൈസൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നു. പൈനാപ്പിൾ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴുത്ത പൈനാപ്പിൾ എസൻസ് ഒഴിച്ചില്ല, പൈനാപ്പിൾ ഇട്ടു. അങ്ങനെ ഇതെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. സൂപ്പറായിട്ടുള്ള ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.